നമസ്കാരം, എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസം. പക്ഷേ ഇപ്പോൾ കൊച്ചിയിലാണ് താമസം. നമ്മളെല്ലാവരും ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. റോഡിലെ കുറച്ച് സംഭവങ്ങളാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് യാത്ര ചെയ്തുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് പോലീസ് കൈ കാണിച്ചു. എൻ്റെ പൊല്യൂഷൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി SIയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ KSRTC ബസ്സിൽ നിന്ന് വരുന്ന കറുത്ത പുക ശ്വസിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് പൊല്യൂഷന് പറ്റി എഴുതുന്ന SI കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ SIയുടെ അടുത്ത് നിന്നു. അപ്പോൾ ഒരു കോൺസ്റ്റബിൾ ഒരു അമ്മാവനെ കൊണ്ട് SIയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ പൊല്യൂഷനും ഇല്ല, ഇൻഷുറൻസും ഇല്ല, ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ലെന്ന്. അപ്പോൾ SI അമ്മാവനെ നോക്കിയപ്പോൾ ഒരു പഴയ സ്കൂട്ടിയിൽ അമ്മാവൻ വന്ന് പറഞ്ഞു, ഒരു 2000 രൂപ പെറ്റി അടിച്ചിട്ട് പോകാൻ പറഞ്ഞു. അമ്മാവൻ പതുക്കെ SIയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ പൈസയൊന്നും എൻ്റെ ഇല്ല, 5000 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചേക്കുന്ന വണ്ടിയാണ്, 2000 കുറച്ചിട്ട് ഒരു 3000 രൂപ സാറിങ് തന്നിട്ട് സാറ് എന്നെ വണ്ടി അങ്ങ് എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചു. അത് കേട്ട് SI അമ്മാവനെ വിട്ടു, എനിക്ക് പെറ്റി തന്നു. അപ്പം ഇതുപോലെ നിയമങ്ങളൊന്നും പാലിക്കാത്ത ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. പേര് രാജേഷ് എന്നാണ്. ഹെൽമെറ്റ് ധരിക്കത്തേ ഇല്ല. അപ്പം അദ്ദേഹം സ്ഥിരമായിട്ട് ഹെൽമെറ്റ് ധരിക്കാതെ വരുന്നൊരു വ്യക്തിയാണ്. പോലീസ് എങ്ങാനും കൈ കാണിച്ചു കഴിഞ്ഞാൽ അയാളും തിരിച്ച് കൈ കാണിക്കുക, സുഖം തന്നെ എന്ന് ചോദിക്കും. കൈ കാണിച്ച പോലീസുകാരൻ വിചാരിക്കും ഇവനെ എവിടെ ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് വലിയ ഡൗട്ടായി പോകും. ഒരു ദിവസം പോലീസ് വട്ടം നിന്നവനെ അങ്ങ് പിടിച്ചിട്ട് പോലീസ് പിടിച്ച് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ കീ ഊരിയിട്ട് നടന്നങ്ങ് പോകും. അളിയൻ പോക്കറ്റിൽ നിന്ന് അടുത്ത കീ എടുത്തിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തങ്ങ് പോയിക്കളെ. ഇത് കണ്ട് പോലീസ്, നമ്മുടെ കേരള പോലീസ് വെറുതെ വിടുവോ? കേരള പോലീസ് ചേസ് ചെയ്തു. അളിയൻ ലാലേട്ടൻ പറയുന്ന കണക്ക് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ എല്ലാം ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചു. പോലീസ് ഓടിച്ചിട്ടങ്ങ് പിടിച്ചു. നല്ല ഇടി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 2 വീലർ ഓടിക്കുന്ന വേറൊരു ടീംസ് ഉണ്ട്. ട്രിപ്പിൾസിലേ സഞ്ചരിക്കുകയുള്ളൂ. മുമ്പിൽ വണ്ടി ഓടിക്കുന്നവനെ ശ്രദ്ധിച്ചറിയാം, അവൻ ടാങ്കിൻ്റെ പുറത്തായിരിക്കും ഇരിക്കുന്നത്, പെട്രോൾ ടാങ്കിൻ്റെ പുറത്ത്. ഏറ്റവും ബാക്കി ഇരിക്കുന്നവനാണെങ്കിൽ പകുതി ഭാഗം സീറ്റിൻ്റെ പുറത്തായിരിക്കും. ഏറ്റവും ബാക്കി ഇരിക്കുന്നതിൻ്റെ ജീവിതം എന്ന് പറയുന്ന നടുക്കിരിക്കുന്നതിൻ്റെ ടീഷർട്ടിൻ്റെ ബലം കണക്കിരിക്കും. അത് കീറി അവൻ്റെ ജീവിതം തീർന്നു. ഇപ്പം ഇതുപോലെ ഒരു ടീം 100-110 വന്നിലും എൻ്റെ കാറിലൊരു തട്ട് കെട്ടി. ഞാൻ ഇറങ്ങി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവന്മാർ എൻ്റെ മേളിലോട്ടങ്ങ് തട്ടിക്കയറി. 3 എണ്ണം ഒരുമിച്ച് അങ്ങ് ബഹളം തുടങ്ങി. എന്നെ ഒരു വാക്കുപോലും സംസാരിക്കാൻ സമ്മതിച്ചില്ല. അവസാനം ഞാൻ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. അതിൽ നിന്ന് നമ്മുടെ ഡിഫൻസിൽ യുദ്ധസമയത്തൊരു സംഭവം പറയും, ഹിറ്റ് ഫസ്റ്റ്, ഹിറ്റ് ഹാർഡ്, കീപ്പ് ഓൺ ഹിറ്റിങ്. ആദ്യം അടിക്കുക, ആഞ്ഞടിക്കുക, അടിച്ചുകൊണ്ടേയിരിക്കുക. അത് അവന്മാർ എന്നെ മേളിൽ പ്രയോഗിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആരെങ്കിലും സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തോറ്റതായിട്ട്, മീൻസ് അവർ തോറ്റതായിട്ട് പ്രഖ്യാപിക്കപ്പെടും. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അടുത്ത ദിവസം ഞാൻ കാറിൽ യാത്ര ചെയ്യുന്നു. ഫ്രണ്ടിലൊരു കാർ യാത്ര ചെയ്യുന്നു. 2 റിയർ വ്യൂ മിറർ അടച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് ഡോളൊക്കെ ഇരിപ്പുണ്ട്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, പക്ഷേ റൈറ്റിലോട്ട് തിരിയുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ അടിച്ചിട്ടൊന്നും സൈഡ് തരുന്നില്ല. ബാക്കിൽ ഇരിക്കുന്ന പാവകളെല്ലാം കൂടെ എന്നെ കളിയാക്കി ചിരിക്കുന്ന പോലെ തോന്നി. ഞാൻ ലെഫ്റ്റിലൂടെ ഫ്രണ്ടിലോട്ട് കയറിയത് ഈ വണ്ടി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. ഞാൻ ചെന്ന് ഇടിച്ചു. എൻ്റെ ഹെഡ്ലൈറ്റ് പൊട്ടി. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓർമ്മ വന്നു, ഹിറ്റ് ഫസ്റ്റ്, ഹിറ്റ് ഹാർഡ്, കീപ്പ് ഓൺ ഹിറ്റിങ്. ഞാൻ ചാടി ഇറങ്ങി. അപ്പോൾ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ പുറത്തോട്ടാണ്. അപ്പോൾ ആൾക്കാർ 2 സെക്കൻഡിനുള്ളിൽ ആളുകളങ്ങ് കൂടി കഴിഞ്ഞപ്പം ഈ ബിഗ് ബി സിനിമയുടെ ക്ലൈമാക്സിൽ എല്ലാവരും കൂടെ നടന്ന് മമ്മൂക്കയുടെ ബാക്കിൽ പോയി നിൽക്കുന്ന കണക്ക് ആ സ്ത്രീയുടെ ബാക്കിൽ എല്ലാവരും വില്ല, ഞാൻ ഇപ്പുറത്ത് ഒറ്റയ്ക്ക്. ഇത് കണ്ട് എവിടെയോ കടത്തിണ്ണയിൽ സിഗരറ്റും വലിച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരുത്തം വന്നിട്ട് പറയാ, അവർ പാവം പതുക്കെ പോയിരുന്നു, ഇവനെ കൊണ്ടിടിച്ചെന്ന്. അപ്പോൾ അവർ പറയുന്നു സാരമില്ലെന്ന്. അതായത് തെറ്റ് ചെയ്ത് അവർ എനിക്ക് മാപ്പ് തരുന്നതായിരുന്നു സീൻ. നമ്മുടെ നാട്ടിൽ, അതായത് ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന സമരങ്ങളാണ്. സെക്രട്ടേറിയറ്റ്, നിയമസഭ, രാജ്ഭവൻ, ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം സമരമാണ്. അങ്ങ് ഉഗാണ്ടയിൽ വരൾച്ച ഉണ്ടായതിന് കാസർഗോഡുള്ളൊരു സംഘടന വന്ന് ട്രിവാൻഡ്രത്ത് സമരം ചെയ്യും. ലോകത്ത് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് പൊങ്കാല ഇടുന്നത് ട്രിവാൻഡ്രംകാരുടെ നെഞ്ചത്താണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് അവിടുത്തെ ബ്ലോക്കൊക്കെ കണ്ട് മതിയായിട്ട് ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ അതിനെയും കാട്ടി വലിയ ബ്ലോക്ക്. ഇവിടെ വന്ന ആദ്യ ദിവസങ്ങളിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ, പ്രതാപ് എന്ന് പറഞ്ഞു. അവനുമായിട്ട് നിന്നപ്പോൾ ഒരാളെ കൈ കാണിച്ചു, ഹായ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആരാ നിൻ്റെ കൂടെ വർക്ക് ചെയ്യണം? അല്ലടാ, പാലാരിവട്ടം ബ്ലോക്കിൽ ഞാൻ സ്ഥിരം കാണുന്ന വ്യക്തി. അപ്പം ഞാൻ വിചാരിച്ചു പാലാരി ബ്ലോക്കിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടായി. ഇപ്പോൾ വന്ന് എന്താ സീനെന്ന് വെച്ചാൽ എല്ലാ ബ്ലോക്കിലും ഓരോരോ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി. അപ്പോൾ എടപ്പള്ളി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഞാനാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ആ ബ്ലോക്കിൽ പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. താങ്ക് യു. ഓ പൊളിച്ച്.